എളിമയുടെയും കരുണയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ഇന്ന് നാടെങ്ങും ക്രിസ്തുമസ് ആഘോഷം. യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിച്ചതിനെ അനുസ്മരിക്കുന്ന രീതിയിൽ വീടുകളിലും പള്ളികളിലും പുൽക്കൂടുകൾ ഒരുക്കി. രാത്രിയിൽ സാന്താക്ലോസിനൊപ്പം വീടുതോറും കയറിയിറങ്ങിയ കരോൾ സംഘങ്ങൾ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ സമൂഹം ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങൾ ആഘോഷിച്ചു. 25 ദിവസത്തെ വ്രതാനുഷ്ഠാനവും ദാനധർമ്മങ്ങളും പ്രാർത്ഥനയും നടത്തിയാണ് വിശ്വാസികൾ ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങിയത്. ബുധനാഴ്ച വൈകുന്നേരം മുതൽ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട പ്രത്യേക ശുശ്രൂഷകൾ ദേവാലയങ്ങളിൽ നടന്നു. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ സമയക്രമീകരണങ്ങൾ വ്യത്യസ്തമായിരുന്നു. പ്രത്യേക പ്രാർത്ഥനയും ദിവ്യബലിയും തീജ്വാല ശുശ്രൂഷയും പ്രദക്ഷിണവുമെല്ലാം തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്തുമസ് റാലികൾ, പപ്പാമാരുടെ സംഗമം, സമ്മേളനങ്ങൾ, കരോൾ ഗാനങ്ങൾ എന്നിവയും വിവിധയിടങ്ങളിൽ നടക്കും. വിവിധ ക്രൈസ്തവ ഇടവകകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പ്രധാന ടൗണുകളിൽ ക്രിസ്തുമസ് ആഘോഷം. ക്രിസ്മസ് തലേന്ന് വിപണികളും ഏറെ സജീവമായിരുന്നു. മത്സ്യം, മാംസം, പച്ചക്കറി വിപണികളിൽ കച്ചവടം പൊടിപൊടിച്ചു. കേക്ക് തന്നെയാണ് വിപണിയിലെ താരം. വ്യത്യസ്തതകളുമായി കേക്ക് വിപണി സജീവമാണ്. മീഡിയ ടൈം, മാള.